നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. പഴുവിൽ വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥകേന്ദ്രത്തിലെ ഊട്ടുതിരുനാളിന് തുടക്കമായി. വാടാനപ്പള്ളിയിൽ മാരക രാസലഹരിയുമായി 3 യുവാക്കൾ പോലീസിന്റെ പിടിയിലായി. വാർത്തകൾ വിശദമായി. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. രാവിലെ മഹാഗണപതി ഹവനം, ദ്രവ്യകലശം, വിശേഷാൽ പൂജകൾ, പഞ്ചവാദ്യം, മേളം, എഴുന്നള്ളിപ്പ്, ഉച്ചയ്ക്ക് പ്രസാദോട്ട്, വൈകിട്ട് എഴുന്നള്ളിപ്പ്, ദീപാരാധന എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികനായി. നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ കുളമ്പ് രോഗം പ്രതിരോധ കുത്തിവയ്പ് 6ാം ഘട്ടം തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ നാസർ അധ്യക്ഷനായി. വെറ്റിനറി സർജൻ ഡോക്ടർ TS ആര്യ, വാർഡ് മെമ്പർ സന്ധ്യ, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ VR ബിജോയ്, മൃഗാശുപത്രി ജീവനക്കാരായ അഞ്ജന ബാബു, PR രമേശ്, EG അനിത എന്നിവർ സംസാരിച്ചു. 4 മാസം മുതൽ പ്രായമുള്ള എല്ലാ ഉരുക്കളെയും കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കണമെന്ന് തളിക്കുളം വെറ്റിനറി സർജൻ അറിയിച്ചു. SN ട്രസ്റ്റ് തൃശൂർ റീജിയൻ അംഗങ്ങളുടെ യോഗം നാട്ടിക ശ്രീനാരായണ കോളേജ് ഹാളിൽ നടത്തി. SN ട്രസ്റ്റ് സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു. വാടക കിട്ടാവുന്ന രീതിയിൽ ഷോപ്പിംഗ് സെൻ്ററിൽ തളർന്നത് മെഡിക്കൽ മിഷൻ. ആ മെഡിക്കൽ മിഷൻ തരാൻ എല്ലാ കാര്യം മറ്റൊന്നും കൂടെ പണ്ടൊരു ശങ്കര ആശുപത്രി ഉണ്ടായിരുന്നു. ആ ആശുപത്രിയുടെ പണം കൊണ്ട് തന്നെയാണ് ഞാൻ ഏറ്റവും സ്പെഷ്യാലിറ്റി ബിൽഡിങ്ങിൽ 9 നിലയുടെ മൂല്യങ്ങളും ഇല്ലാതെ അന്ന് മെഡിക്കൽ കോളേജ് കൊല്ലത്തുണ്ടായിരുന്നു. ഇപ്പോൾ 3 മെഡിക്കൽ കോളേജ്, എത്ര ആശുപത്രിയോടെ ഇതെല്ലാം കൂടെ വന്നപ്പോൾ അതൊന്ന് മോഡേണൈസ് ചെയ്യാനും വികസിപ്പിക്കാനും വേണ്ടി 5 കോടി രൂപയ്ക്ക് അപേക്ഷ കൊടുത്തിട്ട് പോയി. നമുക്ക് അപേക്ഷ കൊടുത്തിട്ട് നേരെ പണം എടുക്കാൻ അധികാരമില്ല. ഹൈക്കോടതിയുടെ അധികാരത്തിൻ്റെ കാരണം ഈ സ്കീം ഉണ്ടാക്കുന്ന കോടതി അധികാരം ഹൈക്കോടതിയുടെ അനുവാദം നമ്മുടെ വാങ്ങാതെ നമുക്ക് പണം കടം കൊടുക്കാൻ സാധിക്കും. ട്രസ്റ്റ് അസിസ്റ്റന്റ് സെക്രട്ടറി തുഷാർ വെള്ളാപ്പള്ളി അധ്യക്ഷനായി. പ്രസിഡന്റായി ഉണ്ണികൃഷ്ണൻ തഷ്ണത്തിനെയും കൺവീനറായി PK പ്രസന്നനെയും ട്രഷററായി V സന്തോഷ് ബാബുവിനെയും എക്സിക്യൂട്ടീവ് അംഗങ്ങളായി CD സന്തോഷ്, അഡ്വക്കേറ്റ് KC സതീന്ദ്രൻ, നരേന്ദ്രൻ തയ്യിൽ, അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ, KA ഉണ്ണികൃഷ്ണൻ, PK രവീന്ദ്രൻ, KM ഷൈജു, PN പ്രേംകുമാർ എന്നിവരെയും തെരഞ്ഞെടുത്തു. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ഉമ്മൻചാണ്ടിയെ വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന ദിനമായ മെയ് 2 അനുസ്മരിച്ചു. തൃപ്പയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി നടത്തിയ പരിപാടി DCC ജനറൽ സെക്രട്ടറി നൌഷാദ് ആറ്റുപറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ AN സിദ്ധപ്രസാദ്, VD സന്ദീപ്, TV ഷൈൻ, ജീജ ശിവൻ, CS മണികണ്ഠൻ, മധു അന്തിക്കാട്ട് എന്നിവർ സംസാരിച്ചു. ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ പദ്ധതിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ ആ പരിപാടിയുടെ അധ്യക്ഷൻ ആരാണെന്ന കാര്യത്തിലാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് തർക്കമുള്ളത്. സാധാരണ പ്രധാനമന്ത്രി അത്തരത്തിലുള്ള ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമ്പോൾ ആ ചടങ്ങിന് അധ്യക്ഷത വഹിക്കേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. എന്നാൽ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്റ്റേജിലുണ്ടായിരുന്നിട്ട് പോലും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ ആ ചടങ്ങിലേക്ക് ക്ഷണിക്കാതിരിക്കുകയും ആ ചടങ്ങിലെ ഒന്നാമനായി
കേരളത്തിലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ ക്ഷണിക്കുമ്പോ കേരളത്തിലെ CPM-ഉം കേരളത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഈ പാർട്ടിയും എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് കൃത്യമായി ജനങ്ങളോട് പറയുവാൻ ബാധ്യതപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. സിവിൽ സർവീസ് പരീക്ഷയിൽ റാങ്ക് നേടിയ പ്രണവ് പി മാനങ്ങത്തിനെ തൃത്തല്ലൂർ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. ചടങ്ങ് കവി PN ഗോപികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ രംഗത്തെ ആധുനിക പ്രവണതകൾ എന്ന വിഷയത്തിൽ സക്കീർ ഹുസൈൻ പ്രഭാഷണം നടത്തി. ട്രസ്റ്റ് പ്രസിഡന്റ് ഷൈൻ കരിപ്പാടത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PGDM റാങ്ക് ജേതാവ് സ്പർശന നന്ദകുമാർ, PGDM വിജയി സ്പന്ദന നന്ദകുമാർ എന്നിവരെയും ആദരിച്ചു. സെക്രട്ടറി സുശീൽ ചാളിപ്പാട്ട്, CS സജീഷ്, CB വേണു, സുരേഷ് ബാബു തറയിൽ എന്നിവർ സംസാരിച്ചു. സാമൂഹ്യ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള കഴിവും അർപ്പണ മനോഭാവമുള്ള ധാരാളം ആളുകൾ ഇപ്പോൾ ഈ പറയുന്ന ഉദ്യോഗസ്ഥ രംഗത്തേക്ക് കടന്നു വരുന്നുണ്ട്. അവരുടെ ഒരു പ്രത്യേകത, അവർ ബ്യൂറോക്രസി എന്ന് പറയുന്നത് നൂലാമാലകൾ നിറഞ്ഞ സ്ഥലമായിട്ടാണ് പൊതുവെ ഉദ്യോഗസ്ഥ രംഗത്തെ നിഷേധിപ്പിക്കാറ്. അങ്ങനെയാണ് ഒരു കാര്യത്തിന് സമീപിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ നടക്കാതിരിക്കാം എന്നാണ് സാധാരണഗതിയിൽ. നോ എന്ന് പറയുന്ന ആളാണ് ഉദ്യോഗസ്ഥൻ എന്നാണ് പൊതുവെ നമ്മളൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ളത്. നമ്മുടെ പൊതുബോധം അതാണ്. അത് പക്ഷെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, വളരെ വലുതായി തന്നെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പം അതുകൊണ്ട് യെസ് എന്ന് പറയുന്ന ആ ഒരു പുതിയ എക്സിക്യൂട്ടീവ് ഉണ്ടാവുമ്പോൾ അത് സ്വാഭാവികമായിട്ട് അത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ തന്നെ വലിയ വ്യത്യാസം പറ്റും. നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ വലിയ മാറ്റം വരും. ഇടവേള. Manappuram Geeta Ravi Public School, the joy of learning. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. പഴുവിൽ വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥകേന്ദ്രത്തിലെ ഊട്ടുതിരുനാളിനോടനുബന്ധിച്ചുള്ള ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം CC മൂന്നൻ MLA നിർവഹിച്ചു. ആത്മീയമായ ചിന്തകളെ കുറിച്ച് അല്പം ചോദിച്ചറിയാറുണ്ട്. എന്താണ് ഈ പള്ളിയുടെ പ്രത്യേകത? ചെറിയൊരു സ്ഥലത്ത് ഇത്തരത്തിലൊരു പള്ളി പണിത് മാതൃക കാട്ടുന്ന പള്ളിയുടെ പ്രവർത്തന ശൈലി എല്ലാം കൊണ്ടും മാതൃകയായി നിലനിൽക്കുന്നതാണ്. പലപ്പോഴും എനിക്കും ചില വിഷയങ്ങളിൽ പള്ളിയായിട്ട് ബന്ധപ്പെടേണ്ടി വന്നിട്ടുണ്ട്. പലപ്പോഴും എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കൾ പറയാറുണ്ട്, കുറച്ച് വൈദ്യുതി കുളങ്ങൾ കത്തിച്ചാൽ, പള്ളിയുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ചാൽ നമ്മൾ ഉദ്ദേശിച്ച പല കാര്യങ്ങളും തടസ്സമില്ലാതെ മുന്നോട്ട് പോകും എന്നാണ് പലരും എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മത്തിന് ശേഷം പഴുവിൽ മതസൗഹൃദ കൂട്ടായ്മ സമ്മേളനവും നടന്നു. പഴുവിൽ ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, നാട്ടിക നിയോജകമണ്ഡലം MLA CC മുകുന്ദൻ, പഴുവിൽ വെസ്റ്റ് ജുമാ മസ്ജിദ് മഹല്ല് ഖത്തീബ് ഷാഹുൽ ഹമീദ് ദാരിമി, പഴുവിൽ സെൻറ്റർ മസ്ജിദ് ഖത്തീബ് യൂസഫ് സഹദി,
പഴുവിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രസമിതി ഭാരവാഹികളായ MN സുബ്രഹ്മണ്യൻ, ദേവിദാസ് പുതുശ്ശേരി, മതസൗഹൃദ കൂട്ടായ്മകൾക്ക് നേതൃത്വം നൽകിയ ഓസ്റ്റിൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. സലാം കക്കേരി, അബ്ദുൽ ലത്തീഫ്, ഷാഫി, ഇബ്രാഹിം, നജീബ് അമ്പലത്ത്, ഉമ്മർ പഴുവിൽ എന്നിവർ പങ്കെടുത്തു. ശനിയാഴ്ച വൈകിട്ട് ഇടവക പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കൂടുതുറക്കൽ ശുശ്രൂഷ, തുടർന്ന് തീർത്ഥകേന്ദ്രത്തിലേക്ക് പ്രദക്ഷിണം, ഞായറാഴ്ച രാവിലെ ഇടവക പള്ളിയിലും തീർത്ഥകേന്ദ്രത്തിലും വിശുദ്ധ കുർബാന, വൈകിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തീർത്ഥകേന്ദ്രത്തിൽ നിന്ന് ഇടവക പള്ളിയിലേക്ക് പ്രദക്ഷിണം, ശനിയാഴ്ച രാത്രി 10 വരെയും ഞായറാഴ്ച രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെയുമാണ് നേർച്ചകൂട്ട്. മെയ് 5 തിങ്കളാഴ്ച വൈകിട്ട് 7-ന് ആലപ്പുഴ ബീമാസ് ബ്ലൂ ഡയമണ്ട് ഗാനമേള അവതരിപ്പിക്കും. മെയ് 11 ഞായറാഴ്ചയാണ് 8ാം ഇടം ആഘോഷിക്കുന്നത്. പഴുവിൽ ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, മാനേജിംഗ് ട്രസ്റ്റി ടിൻഡോ ജോസ്, ട്രസ്റ്റിമാരായ ഡിനോ ദേവസി, ആൻഡോ മേക്കാട്ടുകുളം, അനിൽ ആന്റണി, തിരുനാൾ ജനറൽ കൺവീനർ ആൻഡൺ വർഗീസ്, വിവിധ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. CPI വാടാനപ്പള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭീകരവിരുദ്ധ ദിനം ആചരിച്ചു. പ്രതിഷേധ സായാഹ്നം ലോക്കൽ സെക്രട്ടറി CB സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് സെക്രട്ടറി അനിത് കുമാർ അധ്യക്ഷത വഹിച്ചു. ജുബുമോൻ, സജീഷ് വാലപ്പറമ്പിൽ, TK ദാസൻ, KP ആനന്ദൻ, സുദർശനൻ, MV അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് വലപ്പാട് ലോക്കൽ അസോസിയേഷൻ യാത്രയപ്പ് സമ്മേളനം നടത്തി. വലപ്പാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KV അമ്പിളി ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് യാത്രയപ്പ് യോഗങ്ങളെല്ലാം കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഇത് ഏതായാലും അവസാനത്തെ ഈ വർഷം അവസാനിക്കുന്നൊരു യാത്രയപ്പ് സമ്മേളനമാണ്. എല്ലാ യാത്രയപ്പ് സമ്മേളനങ്ങളും ഒരുപാടെണ്ണം നമ്മൾ പങ്കെടുക്കുന്നുണ്ടെങ്കിലും എല്ലാം ഓരോ ഇടങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഇത് കുറേ കൂടി അറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ള ഒരു യാത്രയപ്പ് സമ്മേളനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ കാലമായിട്ട് ഇതിനുള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്കൗട്ട് ആൻഡ് ഗൈഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകരോടൊപ്പം, അത് വിദ്യാലയത്തിൽ പ്രവർത്തിക്കുന്നതിനപ്പുറം ഒരുപാട് ക്യാമ്പുകളിലെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ അത്രയും ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരിടത്തിൽ നിന്നുള്ളൊരു യാത്രയപ്പാണ് നടക്കുന്നത്. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വലപ്പാട് ഉപജില്ലാ അസോസിയേഷൻ സെക്രട്ടറി KL മനോഹിത് അധ്യക്ഷനായി. അസിസ്റ്റന്റ് സെക്രട്ടറി സീജ ജോസഫ് T, വലപ്പാട് GVHSS പ്രിൻസിപ്പാൾ സാവിത്രി എന്നിവർ സംസാരിച്ചു. AV വീണ, ഡോക്ടർ TB സതി, VG PR മിനി, KB ഷീജ എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത്. ബിന്ദു വാലിപ്പറമ്പിൽ, CP ഷീജ എന്നിവർ ഉപഹാര സമർപ്പണം നടത്തി. KK സ്റ്റെല്ല സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്ക് നിർമ്മിച്ചു നൽകുന്ന സ്നേഹഭവനം ഫണ്ടിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ നാട്ടിയ വെസ്റ്റ് KUP സ്കൂളിനെയും മികച്ച ബണ്ണീസ് യൂണിറ്റായ ചന്ദ്രാപിനി ഇംഗ്ലീഷ് മീഡിയം LP സ്കൂളിനെയും ഏറ്റവും കൂടുതൽ തുക നൽകിയ കബ് ബുൾബുൾ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. കാരമുക്ക് താമരപ്പള്ളി മഹാവിഷ്ണു ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. തന്ത്രി വടക്കേടത്ത് താമരപ്പള്ളി ദാമോദരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിശേഷാൽ പൂജകൾ, ദീപാരാധന, അത്താഴപൂജ എന്നിവ ഉണ്ടായിരുന്നു. കലാപരിപാടികളുടെ ഉദ്ഘാടനം സുധീർ മാങ്കുഴി പൊറനാട്ടുകര നിർവഹിക്കും. തുടർന്ന് മഹാലക്ഷ്മി ഉണ്ണികൃഷ്ണൻ അവതരിപ്പിക്കുന്ന ഭരതനാട്യം അരങ്ങേറും. ഞായറാഴ്ച വൈകിട്ട് 6:30 കേന്ദ്രീയ സംസ്കൃത സർവകലാശാല റിട്ടയേർഡ് പ്രൊഫസർ C ശാന്ത നേതൃത്വം നൽകുന്ന പ്രഭാഷണവും തുടർന്ന് ചാക്യാർ കൂത്തും ഉണ്ടായിരിക്കും. തിങ്കളാഴ്ച വൈകിട്ട് സതീഷ് ചന്ദ്രൻ നേതൃത്വം നൽകുന്ന പ്രഭാഷണവും തുടർന്ന് പഴയകാല ഗാനങ്ങൾ ഉൾപ്പെടുത്തി മാങ്ങാട്ടുകര വഴിയമ്പലം പാട്ടുകൂട്ടം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്നും നടക്കും. ചൊവ്വാഴ്ച വൈകിട്ട് നടത്തുന്ന ഡോക്ടർ KT മാധവൻ നമ്പൂതിരിയുടെ പ്രഭാഷണത്തിന് ശേഷം വിവിധ നൃത്തനൃത്യങ്ങളും തിരുവാതിരക്കളിയും ഉണ്ടായിരിക്കും. വെള്ളിയാഴ്ച ആറാട്ടോടുകൂടി ഉത്സവ പരിപാടികൾ സമാപിക്കും. വടക്കേ കാരമുക്ക് സെൻറ് ജോസഫ് കുരിശുപള്ളിയിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാളിന് കൊടിയേറി. ഫാദർ പ്രതീഷ് കല്ലറയ്ക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. ഫാദർ അജിത് ചിത്രപ്പള്ളി നവനാൾ തിരുകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികനായി. 10, 11 തീയതികളിൽ നടക്കുന്ന തിരുനാൾ ദിനത്തിൽ ദിവസവും വൈകിട്ട് 5:30 തിരുകർമ്മങ്ങൾ ഉണ്ടാകും. ട്രസ്റ്റിമാരായ ആന്റണി ചെറിയത്ത്, ജോസഫ് ചെറുവത്തൂർ, കൺവീനർ പോൾസൺ വടക്കേത്തല എന്നിവർ നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേള. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്.
ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകളിലേക്ക്. വാടാനപ്പള്ളിയിൽ മാരക രാസലഹരിയുമായി 3 യുവാക്കൾ പോലീസിന്റെ പിടിയിലായി. കണ്ണശങ്കടവ് സ്വദേശികളായ ചക്കമ്പി അമൽ, കാരാമാക്കൽ നിതിൻ, മേപ്പറമ്പിൽ സച്ചിൻ എന്നിവരിൽ നിന്നാണ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചു വെച്ചിരുന്ന MDMA ഇനത്തിൽപ്പെട്ട സിന്തറ്റിക് മയക്കുമരുന്ന് പിടികൂടിയത്. വാടാനപ്പള്ളി ഫാൻസി റോഡിലെ ലോഡ്ജിൽ ശനിയാഴ്ച പുലർച്ചെ നടത്തിയ പരിശോധനയിലാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികളിൽ ഒരാളായ അമൽ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ വധശ്രമ കേസിലെ പ്രതിയാണ്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ NB ഷൈജു, സബ് ഇൻസ്പെക്ടർ തോമസ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ജിനേഷ്, സുരേഖ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. 41 വർഷത്തെ സേവനത്തിനു ശേഷം വിരമിച്ച വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 41 നമ്പർ അംഗനവാടിയിലെ രേണുക ടീച്ചർക്ക് യാത്രയപ്പ് നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷയായി. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ധന്യ ബിനീഷ്, വാർഡ് മെമ്പർമാരായ ഷൈജ ഉദയകുമാർ, രേഖ അശോകൻ, നൌഫൽ വലിയകത്ത്, പഞ്ചായത്ത് സെക്രട്ടറി AL തോമസ്, ICDS സൂപ്പർവൈസർ ഹൃദ്യ, ജസീറ, കമ്മ്യൂണിറ്റി വുമൺ ഫെസിലേറ്റർ ശ്രീരേഖ എന്നിവർ സംസാരിച്ചു. കഴിമ്പ്രം ശാർക്കര ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. രാവിലെ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, ചീവേലി, പറയെടുപ്പ്, തുടർന്ന് ക്ഷേത്രനടയിൽ കാവടിയാട്ടം, കലശാഭിഷേകം, പ്രസാദോട്ട് എന്നിവ നടന്നു. വൈകിട്ട് വാഴപ്പള്ളി ശ്രീ രാജരാജേശ്വരി ക്ഷേത്ര സന്നിധിയിൽ നിന്നും എഴുന്നള്ളിപ്പ്, ദീപാരാധന, തായമ്പക, രാത്രി അത്താഴപൂജ, ഭസ്മാഭിഷേകം എന്നിവ ഉണ്ടായിരുന്നു. ക്ഷേത്രം തന്ത്രി നാരായണൻകുട്ടി ശാന്തി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് സുരേഷ് ബാബു, വൈസ് പ്രസിഡന്റ് പ്രതീഷ് ശാർക്കര, സെക്രട്ടറി ഷാജ് ശാർക്കര, ട്രഷറർ ഹേമന്ത് ശാർക്കര, ഷാജി ശാർക്കര, രാജേന്ദ്ര പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. ആലപ്പാട് കുണ്ടോളി ശ്രീ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനവും കളമെഴുത്തുപാട്ടും ആഘോഷിച്ചു. വെള്ളിയാഴ്ച രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, മുത്തപ്പന് കളം, ഉച്ചപൂജ എന്നിവ നടത്തി. വൈകിട്ട് ഹനുമാൻ സ്വാമിക്ക് രൂപക്കളം, ദീപാരാധനയ്ക്ക് ശേഷം അത്താഴപൂജ, കുടുംബാംഗങ്ങളുടെ കലാപരിപാടികൾ, വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളം എന്നിവയും ഉണ്ടായിരുന്നു. ശനിയാഴ്ച രാവിലെ ഗണപതി ഹവനം, കലശാഭിഷേകങ്ങൾ, കരിങ്കുട്ടിക്ക് സ്വാമിക്ക് കളം, വീരഭദ്രസ്വാമിക്ക് കളം എന്നിവയും നടന്നു. തുടർന്ന് പ്രസാദോട്ടും ഉണ്ടായിരുന്നു. വൈകിട്ട് നാഗക്കളം, ദീപാരാധനയ്ക്ക് ശേഷം അത്താഴപൂജ, എഴുന്നള്ളിപ്പ്, ദേവിക്ക് കളമെഴുത്തുപാട്ട്, ഗുരുതി എന്നിവയാണ് ചടങ്ങുകൾ.
തളിക്കുളം പബ്ലിക് ലൈബ്രറിയും ഗ്രേസ്ലീൻ ഡയറ്റീഷ്യൻസും ചേർന്ന് ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പ് നടത്തി. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KA വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ് ഇവിടുത്തെ. തീർച്ചയായും ഈ കാലഘട്ടത്തിന് അനുസൃതമായ ഒരു പരിപാടിയാണ് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ പരിശോധനയും ഈ ക്യാമ്പും ബോധവൽക്കരണവും ഒക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായി. പ്രധാനമായും ഈ വയോജനങ്ങളെ സംബന്ധിച്ച് ജീവിതശൈലി രോഗങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ നമ്മുടെ ശരീരത്തേക്ക് തന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കാരണം നമ്മുടെയൊക്കെ തന്നെ ഞാനടക്കമുള്ള നമ്മുടെയൊക്കെ തന്നെ പ്രതിരോധ ശേഷിയൊക്കെ തന്നെ കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിന് കാരണം നമ്മുടെ ആഹാര രീതികളും മറ്റു പല രീതികളും അതിനൊക്കെ തന്നെ കാരണമായിട്ട് വരുന്നുണ്ട്. മദനമോഹനൻ മാസ്റ്റർ അധ്യക്ഷനായി. ഡയറ്റീഷ്യൻ PS ഷഹാന ക്ലാസിന് നേതൃത്വം നൽകി. ഗഫൂർ തളിക്കുളം, AK വാസൻ, പത്മിനി ജയപ്രകാശ്, ബീന വാസൻ, ധന്യ സുരേഷ്, ശശി വാലത്ത്, ജിൻഡോ, ആഷിഫ്, നിർമ്മല, വാസൻ കോഴിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് പറഞ്ഞുതരാം. അതിലൊന്നാമത്തതാണ് things that a healthy person should to maintain his health. ഒരു ഹെൽത്തി പേഴ്സൺ അദ്ദേഹത്തിന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒന്നാമതായിട്ട് ചെയ്യേണ്ടതാണ് വർക്കൗട്ട്. ഓക്കെ, ഒരു ഹെൽത്തി പേഴ്സൺ അദ്ദേഹത്തിന്റെ ഹെൽത്ത് നിലനിർത്താൻ ഒന്നാമതായിട്ട് എന്താ ചെയ്യേണ്ടത്? വർക്കൗട്ട്. ഇനി പഠനങ്ങളിൽ പറയുന്നത്, അതായത് ഒരു ഹെൽത്തി പേഴ്സൺ അദ്ദേഹത്തിന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വർക്കൗട്ടിലൂടെ എത്ര ശതമാനം സാധിക്കുമെന്നാണ് പഠനങ്ങളിൽ പറയുന്നത്. നമുക്ക് നോക്കാം. അത് 30%. അപ്പോൾ വർക്കൗട്ട് മാത്രം ചെയ്താൽ മതിയോ? വർക്കൗട്ട് മാത്രം മതിയോ? പോരാ. അപ്പൊ ബാക്കി 70% എന്തായിരിക്കും? ബാക്കി 70% ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ അല്ലേ? വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി 10 വയസ്സുകാരൻ തരുൺ. യോഗയിലെ ഇന്റർമീഡിയറ്റ് ആസനങ്ങളിൽപ്പെട്ട സ്കെയിൽ പോസ് എന്നറിയപ്പെടുന്ന തോലാസന 10 മിനിറ്റും 35 സെക്കൻഡും ബാലൻസ് ചെയ്ത് നിന്നതാണ് തരുണിനെ അഭിമാന നേട്ടത്തിന് അർഹനാക്കിയത്. മാസ്റ്റർ മുഹമ്മദ് സുഹൈൽ വാഫിയുടെ ശിക്ഷണത്തിൽ കൂളിമുട്ടം നെടുപ്പറമ്പ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അപ്സ്കിൽ ട്രെയിനിങ് ഹബിൽ നിന്ന് ഷാവോലിൻ കുങ്ഫു മാർഷൽ ആർട്സിലും സെൽഫ് ഡിഫൻസിലും യോഗയിലും സ്കിൽ ട്രെയിനിങ്ങിലും പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്ന തരുൺ ആസ്ട്രിയ സ്പോർട്സ് ക്ലബ്ബ് ഓഫ് ഇന്ത്യയും ഷാവോലിൻ കുങ്ഫു മാർഷൽ ആർട്സ് റിസർച്ച് സെൻറ്റർ ഓഫ് ഇന്ത്യയും സംയുക്തമായി സംഘടിപ്പിച്ച 8ാമത് സ്റ്റേറ്റ് ലെവൽ ഓപ്പൺ കുങ്ഫു ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 21 കിലോ വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ നേടിയിരുന്നു. കളരിപ്പറമ്പ് UP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ തരുൺ മതിലകം കളരിപ്പറമ്പ് വെളിയത്ത് വീട്ടിൽ സുധീഷ് ശരണ്യ ദമ്പതികളുടെ മകനാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. പഴുവിൽ വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥകേന്ദ്രത്തിലെ ഊട്ടുതിരുനാളിന് തുടക്കമായി. വാടാനപ്പള്ളിയിൽ മാരക രാസലഹരിയുമായി 3 യുവാക്കൾ പോലീസിന്റെ പിടിയിലായി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.